ഹായ് ഗായ്സ്, എൻ്റെ ഹോം ടൗണിൽ ത്രിവിക്രമംഗലം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്നും ആറാട്ട് പോകുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം നടക്കുന്ന സമയത്താണ് ഇവിടെയും ഉത്സവം ആരംഭിക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 9ാമത്തെ ദിവസം ഇവിടെ വേട്ട എന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ വേട്ട എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ ഫുൾ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതൊക്കെയാണ് വേട്ട പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ലൈറ്റ് അലങ്കാരങ്ങളെല്ലാം. നാളെ 10ാം ഉത്സവത്തിൻ്റെ അന്ന് ആറാട്ട് പോവും. ഇവിടെ നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് എഴുന്നള്ളത്ത് ശംഖുമുഖത്ത് പോയി ശംഖുമുഖത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഇവിടെ ത്രിവിക്രമംഗലത്ത് എത്തുന്നതായിരിക്കും. നടന്നായിരിക്കും പോകുന്നത്. നാളെ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10ാം തീയതിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം എനിക്ക് 11ാം തീയതി ഇടാൻ കഴിയില്ല. കാരണം ആറാട്ടിൻ്റെ കൂടെ ഞാൻ പോകുന്നത് കൊണ്ട് അതിൻ്റെ ബിസി. പിന്നെ ഞാൻ 11-ന് ആറാട്ടിന് പോവും എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ആറാട്ടിന് പോയാൽ മറ്റന്നാൾ രാവിലെ എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലം 2 മണിയൊക്കെ ആവും തിരിച്ച് അമ്പലത്തിലെത്താൻ. പിന്നെ അമ്പലത്തിൽ കുറച്ച് പരിപാടികൾ കാണും. അതൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നൈറ്റ് ടൈമിലാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. വീട്ടിൽ കുറച്ച് സൗണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെന്താ പറയുക, നിങ്ങളതൊക്കെ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വേട്ടയാണ് ഇന്ന്. അപ്പോൾ വേട്ടയിൽ ഒരുപാട് കലാപരിപാടികളുണ്ട്. അതെല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വേട്ട വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ലൈറ്റൊക്കെ കാണാൻ ഞാൻ അച്ഛ പോയിട്ട് വരാച്ചെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ് നടന്നു പോയി. പറ്റിട്ട് വണ്ടിയിൽ പോകാം പ്ലീസ്. അങ്ങനെ വണ്ടിയിൽ പോയി ഞാൻ ബാക്കിലിരുന്ന് ഇതെല്ലാം ക്യാപ്ചർ ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തത് വേട്ട വരുമ്പോഴത്തേനേക്കും അങ്ങോട്ട് തിരിച്ച് പോയിട്ടുണ്ട്. 7 മണിക്ക് പോയി. തിരിച്ച് വരുമ്പോഴത്തേനേക്കും ഒരു 11-11:30 ആവും. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്ഷേത്രം. ഓക്കെ, ഇതാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ കാണുന്ന അതിനകത്തോട്ടാണ് ക്ഷേത്രം. ഇനി ഇവിടേക്ക് ലൈറ്റ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. നേരെ പോകുന്നത് എൻ്റെ വീട് ഇങ്ങോട്ടല്ല, ഞാൻ വന്ന വഴിയിലോട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരുപാട് ദൂരം, ഏകദേശം 1 കിലോമീറ്ററോളം ഞാനിങ്ങനെ വണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ലൈറ്റ് അലങ്കാരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, കുഞ്ഞിലെ ഞാനും ഈ MS ടോക്സിൽ ശരണ്യ ചേച്ചിയും നമ്മുടെ 2-3 കസിൻസൊക്കെ വരും ഉത്സവം ആകുമ്പോഴത്തേന്. ഇപ്പം നമ്മളിങ്ങനെ നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇപ്പോൾ ഓരോരുത്തരും ഓരോ പണിയായി, ജോലി തിരക്കുകളായി, അവരുടെ ജീവിതങ്ങളായി. അപ്പോൾ ആർക്കും സമയങ്ങളില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് പണ്ടത്തെ ആ ഒരു വൈബില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഭഗവാന്റെ ഉത്സവം നമുക്ക് അത് എൻ്റെ നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, സോറി സൗണ്ട് വരും, സോറി. TV കാണാൻ നൈറ്റാണ് ഞാൻ വോയിസ് ഇടുന്നത്. കാരണം എനിക്ക് വന്നിട്ട് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ വോയിസ് കൊടുത്ത് വരുമ്പോഴത്തേനേക്കും നാളെയും കഴിഞ്ഞു, മറ്റന്നാളും കഴിയും. വിഷു ടൈമൊക്കെ ആവും. അപ്പോൾ അതത്രയും ലാഗ് വരത്തില്ല. ഞാൻ ആറ്റുകാരുടെ അമ്മയുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്തോ ആവട്ടെ, വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കാം, എഡിറ്റ് പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബഹളങ്ങൾ കാണും. അത് ഞാൻ വീണ്ടും പറയണം, സോറി. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കണ്ടില്ലേ, ഒരു നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പോൾ പ്രത്യേകിച്ച് ആറാട്ടിന് പോകുമ്പോഴത്തേക്കും പല ക്ഷേത്രത്തിൽ നിന്നും, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 3 ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലാണ്ട് 3 ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം 4 ക്ഷേത്രം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ആറാട്ടിന് പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ക്ഷേത്രത്തിൽ, വർഷങ്ങളിൽ നിന്നും പോകുന്ന 3 ക്ഷേത്രങ്ങളിൽ നിന്നും ഉള്ളൊരു ക്ഷേത്രമാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ എന്താ പറയുക, പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണിത്. ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് മുതലേ ഞാൻ പോയി വരുന്ന ക്ഷേത്രമാണ്. അപ്പോൾ എൻ്റെ വീട് അടുത്താണ്, എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ഷേത്രം എൻ്റെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ട്രിവാൻഡ്രം കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക്
സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അഹങ്കാരം എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് ഫേമസ് പ്ലേസസും ഉള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം. അതുപോലെ തന്നെ എൻ്റെ ഈ നാട്ടിൽ ഇത്രയും പ്രശസ്തമായിട്ട് ഇത്രയും പഴക്കമേറിയ ഏകദേശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പ്രസിദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലേ. പക്ഷേ എൻ്റെ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഈ സ്ഥലത്ത് ട്രിവാൻഡ്രം ആയിക്കോട്ടെ, എൻ്റെ ഈ നാടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എടുത്തു പറയാനുള്ള, അല്ലെങ്കിൽ ഒരു 100ൽ 50 പേർക്കെങ്കിലും അറിയാമെന്നുള്ള ഒരു സ്ഥലങ്ങളായിരിക്കും ഏറെക്കുറെ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയും അതുപോലെ തന്നെ എന്താ പറയുക, ഭാഗ്യം ഉള്ള ഒരാളുമായിട്ട് ഞാൻ കരുതുന്ന ഈ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ വേട്ട പരിപാടിയൊക്കെ ഞാൻ ഇതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേട്ട പരിപാടികൾ. ചെണ്ടമേളമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടോളൂ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഭഗവാനെ രഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്, അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, സൗണ്ടിൻ്റെ പ്രശ്നം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഉണ്ട്, എനിക്കറിയാം, സോറി. ഇനി ഞാനിത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. പക്ഷെ നിങ്ങൾ എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ഇതുപോലെ വോയിസ് കൊടുക്കാൻ, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഇരുന്ന് പറയുന്നതൊക്കെ അവിടെ കേൾക്കും, കാരണം കുഞ്ഞു വീടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പിന്നെ ഫോൺ, ഞാനിവരാരും ഇല്ലാത്ത ടൈമിൽ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാലും ഫോണിൻ്റെ സ്പേസ് ലിമിറ്റേഷൻസ് ഉണ്ട്. പഴയ ഫോണാണ്. അപ്പോൾ ഞാനിതിൽ റെക്കോർഡ് ചെയ്യുന്ന പാടിയെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ ഞാൻ ഓവറായിട്ട് വീഡിയോസ് ഇട്ടേക്കുമ്പോഴത്തേക്കും സ്പേസ് സീനാവും. അപ്പോഴത്തേക്കും എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനിത് അന്നുള്ള എങ്ങനെയെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളതൊക്കെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വേട്ടപ്പരിപാടികൾ. കണ്ടില്ലേ, ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളിനി വേട്ടപ്പരിപാടികൾ കണ്ടോളൂ. ഇതൊക്കെയാണ് എൻ്റെ നാട്ടിലെ വേട്ടപ്പരിപാടിയുടെ വിശേഷങ്ങൾ. ഇതാണ് ഭഗവാനെ രഥത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എൻ്റെ കുഞ്ഞ് ചാനൽ എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.